ക്യാരക്ടേഴ്സ് എല്ലാം ഭയങ്കര ബോൾഡായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഫീൽ ചെയ്തത് നമ്മൾ കണ്ടപ്പോഴാണെങ്കിൽ? അതൊക്കെ എങ്ങനെ ഫീൽ ചെയ്തെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ റെഗുലർലി മൂവീസിൽ അങ്ങനെ കാണാറില്ലല്ലോ. പെണ്ണുങ്ങൾ കഷ്ടപ്പെടുന്നു അങ്ങനെയാണല്ലോ അവർ പറയാം. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്താണ് ആ മെയിൽ സൈഡിലുള്ള കഷ്ടപ്പാട് എന്നുള്ളതാണ് ഈ മൂവി പറഞ്ഞത്. അത് നല്ല രസമുണ്ട് കാണാൻ. എന്തൊക്കെയാണ് പുള്ളിയുടെ കഷ്ടപ്പാടുകൾ, ഇങ്ങനെ ഒരു വൈഫ് ഉണ്ടാവും. സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാം. എനിക്കൊന്ന് കപ്പിൾസിൽ ഒരുമിച്ച് പോയി കഴിഞ്ഞാലും അവർക്ക് രസമായിട്ട് കാണാം. ഓക്കെ, അധികാരമായിട്ട് പറയേണ്ടത് ഇത് കണ്ട പ്രേക്ഷകരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആനുകാലികമായ ഒരു സബ്ജക്റ്റിനെ ഒരു സിനിമയാക്കി അതിനെ മാക്സിമം അതിന് വേണ്ടി എഫേർട്ട് എടുത്തു. ആക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നായാലും ശരി, മറ്റുള്ള എല്ലാ വിഭാഗത്തിൽ നിന്നും ഈ സിനിമയ്ക്ക് വേണ്ടി എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസത്തോടെ പ്രേക്ഷകർ ഈ സിനിമ കാണണം. അല്ലേ, ഫാമിലീസ് കാണണം ഈ സിനിമ. മാലാഖനെ ഏറ്റെടുക്കണം. നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള മാലാഖമാർ വരും പോവും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. തീർച്ചയായിട്ടും ഈ മച്ചാനും മാലാഖനെയും മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസമുണ്ട്. മാലാഖിക്കുന്നതിന് പറയാനുള്ളത് നമുക്ക് നമ്മളുടെ ചുറ്റിനും കാണാൻ പറ്റുന്ന കല പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട്. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഒക്കെയാണ് എല്ലാവരും സിനിമ കാണാൻ വരിക. എന്നിട്ടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നാടൻ വേഷത്തിന് കുറേ നാളായില്ലേ നമുക്ക് ഇതിനകത്തൊരു പക്വത വന്ന ഒരു ക്യാരക്ടറുമാണ്. വൈഫാണ്. കൂടി പോയിട്ടുണ്ടെങ്കിലും ഒരു വൈഫിന്റെ ക്യാരക്ടർ ആദ്യമായി കാണുന്നത്. പുരുഷന്മാർക്ക് വേണ്ടിയല്ല ഞാൻ സംസാരിച്ചത്. ആക്ച്വലി ഞാൻ സംസാരിച്ചത് ഒരേപോലെയാണ്. നമ്മൾ മനുഷ്യരാണായാലും പെണ്ണായാലും തുല്യത എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ആരും നമ്മൾ ഒരു പ്രത്യേക ഒരു വിഭാഗത്തിലേക്ക് ആരെയും മാറ്റണ്ട. നമ്മളെല്ലാവരും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ആണായാലും പെണ്ണായാലും നമ്മളെല്ലാ വിചാരങ്ങളോടും കൂടി ജീവിക്കുന്നവരാണ്. അവരെ രണ്ട് തട്ടായിട്ട് മാറ്റേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു മാറ്റർ ഈ സിനിമയിൽ പറയുന്നു. താങ്ക് യു.